ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ രാജ്യം 26-ാം തീയതി നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ചില സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കയറാൻ പോവുകയാണ് 26-ാം തീയതി. ചില സംസ്ഥാനങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഓൾറെഡി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി കേരളം പോലെ ചില സംസ്ഥാനങ്ങളിലേക്കാണ് 26-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിരഞ്ഞെടുപ്പിന് പോവുകയാണ്. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ ഒരു ആയുധമാണ്, ഒരു പൗരൻ്റെ കയ്യിലെ ഏറ്റവും വലിയൊരു ആയുധമാണ് നമ്മുടെ വോട്ടവകാശം. ഈ വോട്ടവകാശം നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ വിനിയോഗിക്കുക. ശരിയായ, നമ്മുടെ നാടിന് ഗുണമുള്ള, നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ള സ്ഥാനാർത്ഥിക്ക് മാത്രം നമ്മൾ വോട്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ പഴയ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കക്ഷിക്ക് മാത്രമാണ്, ആ ഒരു കക്ഷിയിൽ ആര് വന്നാലും നമ്മൾ വോട്ട് ചെയ്യും, അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ സ്ഥാനാർത്ഥിയെ നോക്കുക, സ്ഥാനാർത്ഥിയുടെ പാശ്ചാത്തലം നോക്കുക, ഈ സ്ഥാനാർത്ഥി നമുക്ക് എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമ്മൾ നോക്കുക. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് ചെയ്യുക. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ രണ്ട് കക്ഷികളാണ് ഇവിടെ ബലാബലം നിൽക്കുന്നത്. രണ്ട് കക്ഷികൾ എന്ന് പറയുമ്പോൾ BJP പ്രതിനിധാനം ചെയ്യുന്ന NDA, ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇന്ത്യ സഖ്യം, അതായത് കോൺഗ്രസ് അടക്കം 28 കക്ഷികൾ അടങ്ങുന്ന ഇന്ത്യ സഖ്യം. ഈ രണ്ട് സഖ്യം തമ്മിലാണ് ഏറ്റവും വലിയൊരു രൂക്ഷമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്നത്. ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കക്ഷികളൊക്കെ ഇത് ഏതെങ്കിലും ഒരു കക്ഷിയിൽ ചേക്കേറും. അപ്പോൾ ഏറ്റവും കൂടുതൽ സർവേ ഫലങ്ങളെല്ലാം പറയുന്നത് NDA ഇന്ത്യ ഭരിക്കും എന്ന് തന്നെയാണ്. ഈ ഭരണത്തിന് തുടർച്ചയുണ്ടാകുമെന്നാണ് ഏറ്റവും കൂടുതൽ സർവേകളൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇനി എങ്ങാനും ഇത് വിപരീതമായിട്ട് ഭവിക്കുകയാണെങ്കിൽ, നേർ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് വെച്ചെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടാവുക, നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അതായത് UPA, പഴയ UPA, ഇപ്പോൾ ഇന്ത്യ സഖ്യം, ഇന്ത്യ അലയൻസ് എന്നുള്ള ആ ഒരു സഖ്യം ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഇവർ 28ഓളം കക്ഷികളടങ്ങിയ വലിയൊരു കൂട്ടുകക്ഷിയാണ്. അപ്പോൾ സങ്കല്പിക്കുക, ഇവരാണ് അധികാരത്തിൽ വരുന്നത് വെച്ചെങ്കിൽ എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് കട്ടിപ്പിട്ടി കൂട്ടുന്ന തെരുവ് നായ്ക്കളുടെ ആ ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. ഒരു സംശയവുമില്ല, തീർച്ചയായും. കാരണം ഈ 28 കക്ഷികൾക്കും അവരുടേതായിട്ടുള്ള ഓരോ ഇംഗിതങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ആ ഒരു താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ നീങ്ങുക. അപ്പോൾ നല്ല ഒരു കടുത്ത മത്സരങ്ങളായിരിക്കും, പിടിവലിയായിരിക്കും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കാനാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഇവർക്കില്ല. ഇപ്പോഴും അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എങ്ങാനും ഇവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഏറ്റവും വലിയ അടി നടക്കുക പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ആയിരിക്കും. ആരാണ് പ്രൈം മിനിസ്റ്റർ ആവേണ്ടത്? മമതാ ബാനർജി പറയുന്നു അവർക്കാവണമെന്ന്, ശിവസേന ഉദ്ധവ് താക്കറെ പറയുന്നു അയാൾക്കാവണമെന്ന്, മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവ് പറയുന്നു അയാൾക്കാവണമെന്ന്, കേജ്രിവാൾ പിന്നെ ജയിലിലായി, നിതീഷ് കുമാർ ആണെങ്കിൽ മറ്റേ സഖ്യത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം അയാൾക്ക് മനസ്സിലായി ഇതിലിപ്പം നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഈ അടിപിടി കൂടുക മാത്രമേ ഉള്ളൂ, അതിൽ മുൻകൈ നേടുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ല. ഒന്നാമത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ബിംബം മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനൊരു പിടിബലിയിൽ ഒരു മേൽക്കൈ കിട്ടുക എന്നുള്ള കാര്യം എളുപ്പമല്ല. അതുകൊണ്ടാണ് ആൾ സഖ്യം മാറിയത്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു സഖ്യമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റം. ഇപ്പോൾ ഇന്ത്യ ഒരു കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്, നിസ്സംശയം നമുക്ക് പറയാം. ഇന്ത്യ കുതിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിൽ. വളരെ ഫാസ്റ്റായിട്ടാണ് ഇന്ത്യയുടെ ഗ്രോത്ത്. മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ചൈനയെ നോക്കുകയാണെങ്കിലും ചൈനയുടെ GDP ലെവലൊക്കെ 5%-നും താഴെയാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ രാജ്യം ഇപ്പോഴും ആ ഒരു 7%, ആ 7%-ത്തിൽ നിന്ന് മുകളിലോട്ട് മാത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ചലിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മളിപ്പോൾ നല്ലൊരു കുതിപ്പിൻ്റെ പാതയിലാണ്. ഈ ഒരു കുതിപ്പിന് ആക്കം കൂട്ടിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിതിൻ ഗഡ്കരി, മോദി മന്ത്രിസഭയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള മന്ത്രി എന്ന് പറയാൻ നിതിൻ ഗഡ്കരി,
ഞാൻ അങ്ങനെ പറയുള്ളൂ. നിതിൻ ഗഡ്കരി തുടങ്ങി വെച്ചിട്ടുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റെവല്യൂഷൻ എന്ന് തന്നെ പറയാം. ഇൻഫ്രാസ്ട്രക്ചർ റെവല്യൂഷനാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റെവല്യൂഷൻ ഇപ്പോൾ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ, മുംബൈ പൂന എക്സ്പ്രസ് വേ, നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേ, അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് വേകൾ വന്നു. അതേപോലെ ലോങ് ആയിട്ടുള്ള ഏറ്റവും വീതി കൂട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഹൈവേകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും വലിയൊരു വിപ്ലവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഹൈവേ, ആ ഒരു പണി ഏതാണ്ട് ഒരു മുക്കാൽ അവസ്ഥയിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സഖ്യമാണ് വരുന്നത് വെച്ചെങ്കിൽ ആദ്യം സ്റ്റോപ്പാവുന്നത് ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റെവല്യൂഷൻ ഫുൾ സ്റ്റോപ്പായിട്ട് അവിടെ നിൽക്കും. കംപ്ലീറ്റ് അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കും, അനങ്ങില്ല. പിന്നെ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് മതി പിന്നെ ഇത് പതുക്കെ ചലിച്ചു തുടങ്ങുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു സഖ്യം അധികാരത്തിൽ വന്നാൽ ഇവർ കമ്മീഷന് വേണ്ടിയിട്ടാണ് ഇവർ അടിപിടി കൂടുക. അപ്പോൾ ഇപ്പോൾ ഉള്ള കോൺട്രാക്ടർമാരെയൊക്കെ അവർ ഒഴിവാക്കും. ഈ കോൺട്രാക്ടർമാർ അതിനെതിരായിട്ട് കേസും കൊടുക്കും. അപ്പോൾ ഈ കേസും പുക്കാറുമൊക്കെ ആയിട്ട് ഒരു 20 വർഷം അങ്ങനെ പോകും. നമ്മുടെ ഹൈവേയുടെ പണി അവിടെ നിൽക്കും, സ്റ്റോപ്പായിട്ട് അവിടെ നിൽക്കും. നമ്മുടെ ഹൈവേ മാത്രമല്ല, രാജ്യത്തെ ഒട്ടേറെ ഇതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ എല്ലാം ഫുൾ സ്റ്റോപ്പായിട്ട് അവിടെ നിൽക്കും. അതുമാത്രമല്ല, റെയിൽവേ പ്രോജക്റ്റുകൾ, പുതിയ വിമാനത്താവളങ്ങൾ, എയർപോർട്ടുകൾ, ഇതിലൊക്കെയാണ് അവർക്ക് കമ്മീഷൻ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഭരണ സംവിധാനത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സംവിധാനത്തെ മൊത്തം മാറ്റി അവർക്ക് ഫേവറായിട്ട്, അവർക്ക് ആരാണ് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നത് അവർക്കാണ് ഈ തൊഴിൽ അവർ ഏൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാലോ, ഈ 28 കക്ഷികൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു കച്ചവടമാണ് പിന്നെ നടക്കുക. ആ ഒരു കച്ചവടത്തിൽ കമ്മീഷൻ വാരിക്കോരിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വാരിക്കോരിയിട്ട് കൊടുക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ ഇവർ ഈ കോൺട്രാക്ടർമാർ വെള്ളം ചേർക്കും, പണിയിൽ വെള്ളം ചേർക്കും. ഈ എന്തെങ്കിലും വർക്ക് നടക്കുകയാണെങ്കിൽ തന്നെ ഈ പണിയിൽ അവർ മായം കാണിക്കും, കൃത്രിമം കാണിക്കും. നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ഉറപ്പില്ലാത്ത പാലങ്ങളായിരിക്കും, ഉറപ്പില്ലാത്ത റോഡുകളായിരിക്കും, കുത്തിയൊലിക്കുന്ന റോഡുകളൊക്കെ ആയിരിക്കും നമുക്കവർ തരാൻ പോകുന്നത്. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ട്രാജഡി എന്ന് പറഞ്ഞാൽ. ഈ ഒരു ട്രാജഡി ഒഴിവാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഗവൺമെൻറ്, ഈ ഒരു പ്രോഗ്രസീവ് ഗവൺമെൻറ് തന്നെ നിലനിന്ന് പോകണം എന്നാണ് എന്നെപ്പോലെ ഒരു വിഭാഗം, വളരെ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ചും യുവജനത, ഇന്ത്യയുടെ യുവജനത ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു വികസനമാണിത്. നമ്മുടെ കൺമുന്നിൽ കാണുകയാണ് നമ്മുടെ രാജ്യം വികസിക്കുന്നത്. ഇഷ്ടംപോലെ റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത്, അതേപോലെ ഇപ്പോൾ ഡബിൾ ഡെക്കർ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏറ്റവും വലിയ ഒരു വിപ്ലവം നടക്കാൻ പോകുന്നത് ബുള്ളറ്റ് ട്രെയിനിലാണ്. 250 കിലോമീറ്ററിലധികം വേഗതയിലുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് 500 കിലോമീറ്ററിലധികം, ഇപ്പോൾ ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനുകളുള്ളത്. ആ ഒരു നിലവാരത്തിലേക്ക് വരെ നമ്മുടെ രാജ്യം കുതിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതേപോലെ ഇഷ്ടംപോലെ എയർപോർട്ടുകൾ, ചെറിയതും വലിയതുമായിട്ടുള്ള എയർപോർട്ടുകൾ തന്നെ ഈ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു 10 വർഷം കൊണ്ടാണ് ശരിക്കും ഇന്ത്യ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ ദൃശ്യങ്ങളും നമുക്ക് അനുഭവഭേദ്യമാണ്. ഇവരെ എതിർക്കുന്ന ഈ ഓപ്പോസിറ്റ്, ഈ പ്രതിപക്ഷ കക്ഷികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ചയാണ് അവർക്ക് പേടി. കാരണം അവരുടെ ആ ഒരു അധികാരം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വളർച്ച ഏറ്റവും വലിയൊരു തടസ്സമാണ് അവർക്ക്. അപ്പോൾ അവർ ഈ ഒരു വളർച്ചയ്ക്ക് തടയിടാൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ. അതേപോലെ ഇവരുടെ ഓരോ കക്ഷികളുടെയും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന മണ്ടത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അഖിലേഷ് യാദവ് പറയുന്നു ഒരുപാട് റിസർവേഷനെ പറ്റിയിട്ട്, അല്ലാതെ രാജ്യത്തിൻ്റെ പുരോഗതിയെ പറ്റിയിട്ടോ രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടോ ഒന്നും ഇവർക്ക് പറയാനില്ല. ഇവർക്ക് പറയാനുള്ളത് ജാതി, മത, രാഷ്ട്രീയം, ഇത് മാത്രമാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത്. മമതാ ബാനർജി പറയുന്നു അവരുടെ ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പുതിയ നിയമങ്ങൾ വരുത്തും. ഏറ്റവും വലിയൊരു അപകടം നമ്മുടെ CPM പറയുന്ന, അവരുടെ പ്രകടന പത്രികയിൽ പറയുന്ന CAA സ്റ്റോപ്പാക്കും, CAA നിർത്തലാക്കും. അതേപോലെ കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അതൊക്കെയാണ് CPM പറയുന്നത്. അതൊക്കെ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഓരോ വാഗ്ദാനങ്ങൾ ഇതൊക്കെ. ഇപ്പോൾ നമ്മുടെ കാശ്മീർ ഇപ്പോൾ ശാന്തമാണ്. കാശ്മീരും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയോടൊപ്പം ആ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് കാശ്മീരിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഒഴിവ് ദിനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. കാശ്മീർ ഇപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് പോയിട്ട് ആസ്വദിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഗവൺമെൻറ് കാശ്മീരിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്.
കാശ്മീർ ഇപ്പോൾ ശാന്തമാണ്, സുരക്ഷിതമാണ്. അതേപോലെ എല്ലാ തീവ്രവാദികളും, എല്ലാ മത തീവ്രവാദികളും 10 വർഷമായിട്ട് അവർ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അലയൻസ്, ഈ ഒരു ഇന്ത്യ സഖ്യം വീണ്ടും വരികയാണെങ്കിൽ തല പൊക്കുന്നത് ഈ ഒരു തീവ്രവാദി ഗ്രൂപ്പായിരിക്കും. അത് 10 മടങ്ങ് ശക്തിയോടെ അവർ പുറത്തേക്ക് വരും. എല്ലാ തീവ്രവാദി ഗ്രൂപ്പുകളും സജീവമാകും. ഇവരുടെ പാകിസ്ഥാനിലുള്ള താവളങ്ങളെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ, ഈ ഒരു 10 വർഷം മുൻപേ നമ്മൾ അനുഭവിച്ച ആ ഒരു കെടുതികൾ, ബോംബ് സ്ഫോടനങ്ങൾ, മുക്കിലും മൂലയിലും ചന്തയിലും അതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിലും സമ്മേളന സ്ഥലങ്ങളിലും ഒക്കെയുള്ള ബോംബ് സ്ഫോടനങ്ങൾ, ഇതൊക്കെ വീണ്ടും ഒരു തുടർക്കഥയാവാൻ പോവുകയാണ്. മുംബൈ ആക്രമണം നമ്മൾ അനുഭവിച്ചതാണ്. അതുപോലെ നിരവധി ആക്രമണങ്ങൾ വീണ്ടും നമ്മുടെ പട്ടണങ്ങളിൽ, നമ്മുടെ വൻ നഗരങ്ങളിൽ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, ഡൽഹി, ഇങ്ങനെയുള്ള നമ്മുടെ വൻ നഗരങ്ങളിൽ, ചെറു പട്ടണങ്ങളിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഏറ്റവും വലിയൊരു ദുരന്തം നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം. ഇവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന CAA എന്തിനാണെന്നുള്ളത് ഇവരിപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. CAA പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ 3 രാജ്യങ്ങളിൽ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അങ്ങനെയുള്ള ഈ 3 രാജ്യങ്ങളിലും 95% കൂടുതൽ അവിടെ മുസ്ലിം പോപ്പുലേഷനാണ്. അപ്പോൾ അവിടെ മൈനോറിറ്റീസ്, അവിടെ താമസിക്കുന്ന മൈനോറിറ്റീസ് ആയിട്ടുള്ള ബൗദ്ധ, ജൈന, ഹിന്ദു, സിഖ് വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ് അവിടെയൊക്കെ. എന്താണെന്ന് വെച്ചാൽ, ഇവരുടെയൊക്കെ പെൺമക്കളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് മതം മാറ്റുക, ആരാധനാലയങ്ങൾ ഒക്കെ തകർക്കുക, ഇവരുടെ വിശ്വാസങ്ങൾ, ഇവരുടെ ആഘോഷങ്ങൾ ഇതൊക്കെ തടയുക, അങ്ങനെ ഒരുപാട് കൊടിയ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയൊക്കെ ഉള്ളത്. അങ്ങനെ അവിടുന്ന് പലായനം ചെയ്തു വരുന്ന ഈ ന്യൂനപക്ഷങ്ങൾ ഇന്ന് ഇന്ത്യയിൽ അവർ അഭയാർത്ഥികളായിട്ട് കഴിയാണ്. അവർക്ക് പൗരത്വം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ പാകിസ്ഥാനിൽ നിന്ന് ഒരിക്കലും അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ട കാര്യമില്ല. പാകിസ്ഥാനിൽ നിന്ന് ഒരു മുസ്ലിമിനോ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിമിനോ ഒരിക്കലും അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിൽ വരേണ്ട ഒരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ അവരുടെ രാജ്യമാണ്, അവരുടെ ഭൂരിപക്ഷ സർക്കാരാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് വിട്ടിട്ട് ഒരിക്കലും അവർക്ക് അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിൽ വരേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് CAA. അതിവിടെ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ CAA വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഇടതന്മാരും വലതന്മാരൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഏറ്റവും സുരക്ഷിതമാണ്. ഒരു 10 വർഷമായിട്ട് നമുക്ക് ഒരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീവ്രവാദി ആക്രമണമോ ഒന്നും നമുക്ക് എവിടെയും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് രാജ്യത്തിൻ്റെ സുരക്ഷ. രാജ്യത്തിൻ്റെ സുരക്ഷ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സുസ്ഥിരമാണ്. ഈ ഒരു ഗവൺമെൻറ് അതിന് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അത് നമുക്ക് അനുഭവമുള്ളതാണ്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമാണ് ഇപ്പോൾ കാശ്മീർ. അതേപോലെ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളും ഏറ്റവും കൂടുതൽ സുരക്ഷിതമാണ്. നമ്മുടെ അതിർത്തികൾ, പ്രത്യേകിച്ചും അതിർത്തികൾ മാന്താൻ വേണ്ടി വരുന്ന ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ ശക്തികളൊക്കെ ആ ഒരു ചെക്ക് പോയിന്റിൽ വെച്ചിട്ട് തടഞ്ഞു നിർത്താൻ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന് കഴിവുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന് അതിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. മുൻപ് കാശ്മീരിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ സുരക്ഷാ സൈന്യത്തിന് ഒരിക്കലും തോക്കെടുക്കാനോ ഒരു തീവ്രവാദിയെ വെടിവെക്കാനോ ഉള്ള അനുവാദമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാതെ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സൈനികന് ഇന്ന് എല്ലാ അധികാരം നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുകയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ആ ഒരു സൈനികന് ഇന്ന് രാജ്യം നൽകുന്നുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. കാശ്മീരിൽ വന്ന ആ ഒരു മാറ്റം വലിയൊരു മാറ്റമാണ്. അത് നമുക്ക് അംഗീകരിക്കാതെ വയ്യ. മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ നിരാലംബരാവുന്ന ആ ഒരു മുസ്ലിം സ്ത്രീ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മുത്തലാഖ് നിരോധന നിയമം, അങ്ങനെ ഒരുപാട് നല്ല സാമൂഹിക പരിവർത്തനങ്ങൾ സാധ്യമായിട്ടുള്ള കുറേ നിയമങ്ങൾ ഈ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രത്യേകം പറയാതെ വയ്യ. വേറെ വലിയൊരു ഇമ്പാക്റ്റ് എന്താണ് ഉണ്ടാകുമ്പോൾ വെച്ചെങ്കിൽ, അഴിമതി, കൊടിയ അഴിമതി, ആയിരങ്ങളുടെ സഹസ്ര കോടികളുടെ അഴിമതികൾ നമ്മൾ ഒരു 10 വർഷം മുൻപേ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പേപ്പറിലുണ്ടാവും, അല്ലെങ്കിൽ ഈ ന്യൂസ് ചാനലുകളിലുണ്ടാവും. ആ അഴിമതി, ഈ അഴിമതി, ആ കുംഭകോണം, ഈ കുംഭകോണം,
അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഈ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അഴിമതി നിങ്ങൾക്ക് കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ആ ഒരു അഴിമതിക്കാലം തിരിച്ചു വരും, അങ്ങനത്തെ ഒരു വസന്തകാലം വീണ്ടും തിരിച്ചു വരും. ഈ ഒരു ഇന്ത്യ സഖ്യം വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ 28 കക്ഷികളും അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരവരുടെ സംസ്ഥാനങ്ങളുടെ പേരിൽ അവർ കയ്യിട്ട് വാരും. ഇങ്ങനെ കയ്യിട്ട് വാരി അവരവരുടെ പോക്കറ്റ് നിറയ്ക്കും. ഇതൊക്കെ സ്ഥിരം നിത്യവാർത്തകളാവാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു സഖ്യം നിലവിൽ വരികയാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ അത് വലിയൊരു സങ്കല്പമാണ്. ഈ മേക്ക് ഇൻ ഇന്ത്യ വളരെ വിജയകരമാണ്. നമ്മുടെ രാജ്യം ഇന്ന് ഒരുപാട് വലിയ ഒരു ഉൽപ്പാദന ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയുധ വിപണിയിൽ കൂടി നമ്മുടെ തേജസ് വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് വിദേശ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ഉൽപ്പാദന രംഗം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. 2047 ഒരു വികസിത ഇന്ത്യ എന്നാണ് ഈ BJP ഗവൺമെൻറ് പറയുന്നത്. അത് നമുക്ക് വലിയൊരു സ്വപ്നമാണ്. നമ്മുടെ യുവതലമുറയ്ക്ക് വലിയ ഒരു വാഗ്ദാനമാണത്. അത് നിറവേറുക തന്നെ ചെയ്യും. ഇനി 2047 ആവണോ എന്ന് തന്നെ ഇല്ല, 2030 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അനുരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു തുടർച്ച നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ. കാരണം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഇപ്പം നമുക്ക് അത്യാവശ്യമാണ്. കാരണം ചൈനയുടെ ഏറ്റവും വലിയ ശക്തി അവിടുത്തെ ആ ഒരു ചോദ്യം ചെയ്യാനില്ലാത്തൊരു ഗവൺമെൻറ്, ആ ഒരു ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ, കാലവിളംബമില്ലാതെ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ അവിടെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു തടസ്സവും ആരുണ്ടാക്കാൻ പോകുന്നില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം. ചൈന ഏറ്റവും വലിയ വികസിത രാജ്യമാകാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ്, ഏറ്റവും വലിയൊരു അതിൻ്റെ പ്രേരക ശക്തി എന്ന് പറയുന്നത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഗവൺമെൻറ്റാണ്. ചെറിയൊരു ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട് എങ്കിൽ തന്നെ അത് അവിടുത്തെ ജനം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ടത് തൊഴിലാണ്, അവർക്ക് കിട്ടേണ്ടത് പണമാണ്, ജീവിക്കാനുള്ള ഒരു ധനം, അതാണ് അവർക്ക് വേണ്ടത്. അത് അവർക്ക് കിട്ടുന്നുണ്ട്, അത് അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ ദ്രുതഗതിയിൽ വിപ്ലവാത്മകരമായിട്ടുള്ള പരിവർത്തനങ്ങളാണ് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു മാറ്റം ഇന്ത്യയിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് അനിശ്ചിതമായിട്ട് ഈ ഒരു ഗവൺമെൻറ് തന്നെ നിലനിന്ന് പോകണം. കാരണം ഇപ്പോൾ നമുക്ക് അതിർത്തിയിൽ നമ്മുടെ ചൈനീസ് ബോർഡറിൽ നമുക്കൊരു റോഡ് വെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 100 തടസ്സങ്ങളാണ്. ഒരുപാട് കക്ഷികൾ ഇതിൽ ചേർന്ന് പൊതുതാൽപര്യ ഹർജി, മറ്റേ ഹർജി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തടസ്സവാദങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തടസ്സവാദങ്ങൾ അതിൽ ഉണ്ടാക്കാനുള്ള ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ജസ്റ്റിസ് ചലമേശ്വർ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്ന് തടഞ്ഞ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ ചലമേശ്വർ തന്നെ ആ ഒരു റോഡ് പണിയാനുള്ള അനുവാദം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുകയാണ്. അങ്ങനെ സുപ്രീം കോടതി വരെ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ അനുദിനം ഇടപെടുന്ന ഒരവസ്ഥ. അത് ഈ ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു സുഷിരമാണ്, വലിയൊരു പാളിച്ചയാണത്. കാരണം നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചൈനയിൽ ആ ഒരു ബോർഡറിൽ നമ്മുടെ സൈന്യത്തെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കൂടുതൽ വികസിപ്പിച്ചേ നമുക്ക് സാധിക്കുള്ളൂ. അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് വളരെയേറെ അത്യാവശ്യമാണ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ. അതിനൊക്കെ ചെറിയൊരു ഡിക്റ്റേറ്റർഷിപ്പ് ആയേ തീരും. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഏറ്റവും വലിയ നമ്മളെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന ഏറ്റവും വൃത്തികെട്ട 2 ശത്രുക്കളാണ് നമുക്കുള്ളത്. ഒന്ന് പാകിസ്ഥാനും ഒന്ന് ചൈനയും. ഈ 2 ശത്രുക്കൾ, പാകിസ്ഥാനെ പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈന സൂപ്പർ പവറാണ്. നമുക്ക് ചൈനയുമായിട്ട് നമുക്ക് ഇടയുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിർത്തി സുരക്ഷ ശക്തമാക്കിയേ കഴിയും. അതിനൊക്കെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് തന്നെ വേണം. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് മാത്രമേ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഓർക്കുക, ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ ആ ഒരു ബട്ടൺ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കൂ. വോട്ടിൻ്റെ ശക്തി അത്രത്തോളം വലുതാണ്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക.